ഒരു വ്യക്തി കഴിഞ്ഞ ഒരു 5 വർഷമായി കിടന്നിരുന്ന ബെഡ്റൂമിൽ നിന്നും മാറി മറ്റൊരു ബെഡ്റൂമിലേക്ക് കിടന്നപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും അനുഭവങ്ങളുമാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ 20 വർഷമായി ഞാൻ കൺസൾട്ട് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസുകൾ പലതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇത് പലർക്കും ഇത്തരത്തിൽ ഒരു സംഗതി ഉണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എനർജി ഉണ്ടോ, ഇത് സത്യമാണോ, ഇതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇതിലെന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്ന് സംശയത്തോടെ നോക്കി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യത്തെ പറ്റി അറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ആ അറിവ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് വരുന്നത്. ഇതൊരു വീടിന്റെ ഫ്ലൈയിങ് സ്റ്റാർ കണക്കാണ്. അപ്പോൾ പലരും നെറ്റി ചുളിക്കും, ഫ്ലൈയിങ് സ്റ്റാറോ, അതെന്തോ, അത് ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം. അതായത് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയി പ്രകാരം, ചൈനീസ് വാസ്തുവിനാണ് ഫെങ്ഷുയി എന്ന് പറയുന്നത്, ഇവർ പറയുന്നു നിങ്ങൾ ലോകത്ത് എവിടെ ഒരു കെട്ടിടം വെച്ചാലും ആ വെക്കുന്ന അന്ന് മുതൽ നിങ്ങളുടെ കെട്ടിടത്തിന്റെ ഓരോ ദിക്കിലും ഒരു എനർജി ഫോം ചെയ്യുന്നു എന്ന് പറയുന്നു. ആ എനർജി ആ റൂം ഉപയോഗിക്കുന്നവരെ, ആ വീട് ഉപയോഗിക്കുന്നവരെ സ്വാധീനിക്കുമെന്നും പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറയുന്നത്. ഇതിന് 9 നമ്പറുകളെ വെച്ചിട്ടാണ് അവരതിനെ കണക്കാക്കുന്നത്. അപ്പോൾ 9 നക്ഷത്രത്തിനും 9 എനർജിയാണ്. അപ്പോൾ നിങ്ങൾ കിടക്കുന്ന വാതിലിലോ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിലോ ഉള്ള എനർജി എന്താണോ അതാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഒരു വ്യക്തി, ഇവിടെ ഒരു വീടാണ്, ഇവർ കിഴക്ക് ദർശനമുള്ള ഒരു വീടാണ്. വീടിന്റെ പ്ലാൻ ഞാൻ ഇവിടെ വരച്ചിട്ടില്ല. വീടിനെ കറക്റ്റ് ഞാൻ ഇവിടെ 9 ആയി തിരിച്ചു. ഓരോ ദിക്കുകളും ഞാൻ എഴുതി, എവിടെ മുതൽ എവിടം വരെ. തെക്ക് പടിഞ്ഞാറ് ഭാഗം, അതായത് കന്നിമൂല ഭാഗത്ത് അവർക്കൊരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂമിൽ അവിടുത്തെ അച്ഛനും അമ്മയും കിടക്കുന്നു. ഓക്കെ, അവർക്ക് കന്നിമൂല ഭാഗത്ത് ബെഡ്റൂം കിടക്കുന്നുണ്ട്. ആ ബെഡ്റൂമിലെ സ്റ്റാർ എത്രയാണെന്ന് നോക്കി 4-3 കോമ്പിനേഷൻ ആണ്. വലിയ ദോഷമൊന്നുമില്ല. വലിയ പ്രോസ്പെരിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല, എന്നാലും കുഴപ്പമില്ലാതെ പോകും. ഇവർക്കൊരു മകനുണ്ട്. ഈ മകൻ കിടക്കുന്നത് വടക്ക് സൈഡിലെ ബെഡ്റൂമിലാണ്. ഈ മകൻ കിടന്നിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളായി ഇദ്ദേഹം ഇവിടെ കിടന്നങ്ങ് നരയിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അഭിവൃദ്ധിയുമില്ല. ഇദ്ദേഹം എന്തിനു പോയാലും എല്ലാം പരാജയങ്ങളാണ് ഇയാൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണമെന്ന് അവർക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവർ പലതും പരീക്ഷിച്ച് നോക്കി, എങ്ങും റിസൾട്ട് ഇല്ല. അങ്ങനെ ഫെങ്ഷുയി കൺസൾട്ടിങ്ങിന് എടുത്തു. നമ്മൾ ചെന്നു ആ വീടിന്റെ ഫ്ലൈയിങ് സ്റ്റാർ കണക്കെടുത്തു. ഫ്ലൈയിങ് സ്റ്റാർ കണക്കെടുത്തിട്ട് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ഇദ്ദേഹം വടക്ക് വശത്തെ ബെഡ്റൂമിലാണ് കിടക്കുന്നത്. വടക്ക് വശത്തെ ബെഡ്റൂമിലെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് 52 ആണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഈ നമ്പറുകൾക്ക് ഒരു എനർജി ഉണ്ടെന്ന് പറഞ്ഞു. ഈ എനർജി എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയാണ്. ഈ എനർജിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്തിൽ തൊട്ടാലും നഷ്ടങ്ങളാണ് ഇവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ ലോസ് എന്നാണ് ഈ നക്ഷത്രത്തിന്റെ പേര്. അപ്പൊ ഈ മകൻ ഇതൊന്നും അറിയുന്നില്ല. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ഇവിടുത്തെ എനർജി മോശമാണോ നല്ലതാണെന്ന് കാണാൻ പറ്റില്ല. ഈ എനർജിയിലാണ് കിടക്കുന്നത്. അപ്പൊ എല്ലാ നഷ്ടങ്ങളെ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മളത് കണ്ടുപിടിച്ചു. ഇദ്ദേഹം കിടക്കുന്ന ബെഡ്റൂം വളരെ മോശമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം ഇദ്ദേഹത്തിന് ടോട്ടൽ ലോസിലേക്ക് കൊണ്ടുപോകും. അടുത്ത് മറ്റൊരു ബെഡ്റൂം ഉണ്ടോ, ഉണ്ടെങ്കിൽ ആ ബെഡ്റൂമിലെ സ്റ്റാർ ഏതാ, അത് എന്ത് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ അതിന്റെ ഫ്ലൈയിങ് സ്റ്റാർ കണക്കെടുത്ത് അതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ബെഡ്റൂമിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് അവർക്ക് ഒരു ബെഡ്റൂം ഉണ്ട്. ഇദ്ദേഹത്തെ ഈ ബെഡ്റൂമിൽ നിന്നും നോർത്ത് വെസ്റ്റ് ഭാഗത്തെ ബെഡ്റൂമിലേക്ക് ചേഞ്ച് ചെയ്തു. എന്തുകൊണ്ട് ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ വെറുതെ അങ്ങ് ചേഞ്ച് ചെയ്തതല്ല. ഇതിന്റെ അകത്ത് നിൽക്കുന്ന നക്ഷത്രം ടോട്ടൽ ലോസ് ആണെങ്കിൽ ഇതിനകത്ത് നിൽക്കുന്ന നക്ഷത്രം സമ്പത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും നക്ഷത്രമാണ് അതിനകത്തുള്ളത്. അപ്പൊ ഒരു വീട്ടിൽ എല്ലാം നെഗറ്റീവ് നക്ഷത്രങ്ങളാണോ? അല്ല, നെഗറ്റീവ് നക്ഷത്രങ്ങളും ഉണ്ട്, പോസിറ്റീവ് നക്ഷത്രങ്ങളും ഉണ്ട്. അപ്പൊ ഈ റൂമിലെ നക്ഷത്രം വളരെ പ്രോസ്പെരിറ്റി ഉള്ള ഒരു നക്ഷത്രമാണ്. ഇത് ഇവരെ സ്വാധീനിക്കും. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ എനർജി എന്ന് പറയുന്നത് നല്ല എനർജിയാണ്. നല്ല എനർജി ആകുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ റൂം ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ ഒത്തിരി മാറ്റങ്ങൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഉണ്ടായി. തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടായി. ഇദ്ദേഹത്തിന്റെ വിവാഹം പെൻഡിങ്ങിൽ നിൽക്കുകയായിരുന്നു, വിവാഹം നടന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. അപ്പൊ നമ്മുടെ സംഭവിച്ചത് എന്താണ്? ഒരേ ഒരു കാര്യമേ സംഭവിച്ചുള്ളൂ. വീട് മാറിയോ? ഇല്ല. വീട്ടിൽ എന്തെങ്കിലും നിർമ്മിതിയിൽ മാറ്റം വരുത്തിയോ? ഇല്ല. ഒരേ ഒരു കാര്യം ചെയ്തു, ഈ ബെഡ്റൂമിൽ നിന്നും ഈ ബെഡ്റൂമിലേക്ക് ചേഞ്ച് ആയി. ഇതാണ് ഇതിന്റെ ഒരു ഫ്ലൈയിങ് സ്റ്റാർ കണക്കും ഈ ഫ്ലൈയിങ് സ്റ്റാർ ഉപയോഗിക്കുമ്പോഴുള്ള സൗഭാഗ്യവും ഇതാണ്. ഇനി നമുക്ക് ഫെങ്ഷുയിലെ ചില ടൂളുകളിലേക്ക് പോകാം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. എഡ്യൂക്കേഷൻ ടവർ അഥവാ പഗോഡ ടവർ എന്ന് പറയും. ഇത് സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം. സമ്പത്തിനായിട്ട് ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളാണിത്. 3-legged ഫ്രോഗ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ചുണ്ടിൽ ഒരു ചൈനീസ് കോയിനും കടിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിന്റെ ഒരു തവള വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് ഇത് വെക്കുന്നത്.
അടുത്തത് ഇത് അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു ആണ്. ഇത് വടക്ക് വശത്ത് വെക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വളരെ നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.